തിരുവനന്തപുരം നഗരം ഇന്ന് ഉത്സവ പ്രതീതിയിലായിരുന്നു. ഇടറോഡുകളും റോഡുകളും ഒക്കെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ പൊങ്കാല കലങ്ങളൊക്കെ ഒരുങ്ങി. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ചാരവും അതേപോലെ തന്നെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും ഒക്കെ കോർപ്പറേഷൻ റെക്കോർഡ് വേഗത്തിൽ ക്ലീൻ ചെയ്യുകയും ചെയ്തു. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഒരല്പനിമിഷം മുൻപ് കൃത്രിമ മഴ കൂടെ പെയ്യിപ്പിക്കുന്ന ഒരു സംഭവ വികാസം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ പ്രവർത്തനങ്ങളൊക്കെ മുൻപോട്ട് പോയത്? റെക്കോർഡ് വേഗത്തിലാണ് 80% പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയി എന്നുള്ളതാണ്. ഈ പ്രദേശങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം. കൃത്രിമ മഴ പെയ്യിച്ച് പ്രദേശത്തെ മാലിന്യവും അതേപോലെ തന്നെ ചാരമടക്കമുള്ളവയൊക്കെ നീക്കം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഈ റോഡ് ഇത്രത്തോളം ഭംഗിയായതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം തിരുവനന്തപുരം മേയർ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ട് പോയത്? ഈ പ്രവർത്തനങ്ങൾ കൂട്ടായ യത്നമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒറ്റക്കെട്ടായി കോർപ്പറേഷൻ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. കോർപ്പറേഷൻ മുഴുവൻ ജീവനക്കാർ നന്നായിട്ട് സഹകരിച്ചു, കഠിനാധ്വാനം ചെയ്തു. തമ്പാനൂർ വാർഡ് കൗൺസിലറുണ്ട്, ഹരിച്ചേട്ടനുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.ആർ. ഗോവൻ. റെക്കോർഡ് വേഗത്തിലാണ് തീർന്നത്. കാരണം 8:15 പരിപാടി തുടങ്ങി. വളരെ വേഗത്തിൽ തന്നെ പ്രധാന പ്രദേശങ്ങളൊക്കെ 80% ക്ലീൻ ചെയ്യാനായി എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് 2:30 ക്ലീനിങ് ആരംഭിച്ചിട്ട് 8 മണിയായപ്പോഴേക്കും നഗരം മുഴുവനും ശുചിയാക്കി. ഇനി ഇട റോഡുകളിലൂടെ കുറച്ച് മാലിന്യം, ഒരു 10-15% മാലിന്യം, അത് ഈ റോഡ് ബ്ലോക്ക് കൂടിയതുകൊണ്ട് ടിപ്പറുകൾ ഈ ചവർ മാലിന്യം തട്ടിയിട്ട് വരാനെടുത്ത സമയമാണ്. ഒരു അരമണിക്കൂറിൻ്റെ എത്തുമെന്ന് പ്രതീക്ഷിച്ച വാഹനം ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ഡിലേ. അതൊക്കെ ഇപ്പം തന്നെ കഴിയും. 80% ഞങ്ങൾ പൂർത്തിയാക്കി. കൃത്രിമ മഴ 8:30 തന്നെ പെയ്യിച്ചു. 250 ലോഡ് വെള്ളം വിവിധ കേന്ദ്രങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. നഗരം ആരോപണങ്ങൾ കൂടി ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായി BJP തരണം ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുടിവെള്ളമില്ല എന്നുള്ള പ്രതിസന്ധി കോർപ്പറേഷൻ നേരിട്ടതാണ്. അത് മാത്രമല്ല, ആറ്റുകാൽ ക്ഷേത്രത്തോട് ചേർന്ന പ്രദേശത്തെ മാലിന്യ പ്രതിസന്ധി അടക്കം കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോഡ് ടാർ ചെയ്യാത്തൊരു വിഷയം, അതൊക്കെ ഇല്ലല്ല. റോഡ് ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ റോഡുകളും ഫെബ്രുവരി 15 മുൻപ് തന്നെ എല്ലാ റോഡും ടാർ ചെയ്തു. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നേരെ പോയത് റോഡ് ടാർ ചെയ്ത സ്ഥലത്താണ്. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി. ഓഡിറ്റോറിയത്തോട് ചേർന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അംബിക ഓഡിറ്റോറിയം, അത് ആറ്റുകാൽ ട്രസ്റ്റിന്റെ സ്ഥലമാണ്. ആ ട്രസ്റ്റിന്റെ സ്ഥലത്ത് ഞങ്ങൾക്കൊന്നും കോർപ്പറേഷൻ ഒന്നും കയറി ഇപ്പോൾ നിലവിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് ട്രസ്റ്റിന്റെ സ്ഥലമാണ്. ട്രസ്റ്റിന്റെ സ്ഥലം, ട്രസ്റ്റിന്റെ ഉടമസ്ഥയുള്ള സ്ഥലത്ത് ട്രസ്റ്റിന് മാത്രമേ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. ട്രസ്റ്റ് അത് ആവശ്യപ്പെട്ടിട്ടില്ല. അവർ അവിടെ കൺസ്ട്രക്ഷൻ നടത്തുകയായിരുന്നു. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും കുറച്ച് അവിടെ പൂർത്തിയാകാനുണ്ടായിരുന്നു. അവിടെ മഴ പെയ്തപ്പോഴേക്കും അവിടെ വെള്ളവും ചെളിയൊക്കെ ആയി. രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഭരണം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ചുരുക്കമാണ്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് കുറച്ച് ദിവസം കൂടെ ഉണ്ടാവും. ഇപ്പോഴും അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്നൊന്ന് വിശ്വസിക്കാത്ത ചിലരുണ്ട്. അത് കുറച്ച് ദിവസം കൂടെ എടുക്കും. നമുക്ക് മനസ്സിലാവണ്ടേ, 10-15 വർഷം ഭരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോഴേക്കും അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണമല്ലോ. അത് സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി തീർത്തോട്ടെ. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ തന്നെ തിരുവനന്തപുരം പൊങ്കാലയെ വരവേറ്റു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ തന്നെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയും, അത് മാത്രമല്ല ഇപ്പോൾ ഈ ക്ലീനിങ് രീതികളാണെങ്കിൽ തന്നെ ശുചീകരണം ഏകദേശം 2 മണിയോടുകൂടി തന്നെ പല റോഡുകളുടെയും ക്ലീനിങ് ആരംഭിക്കുകയും ഇപ്പോൾ നിലവിൽ 8 അരയോടുകൂടി തന്നെ ഈ മാലിന്യം പൂർണ്ണമായിട്ടും റോഡുകളിൽ നിന്ന് നീക്കി പുകയും പൊടിപടലവും ഒക്കെ ആയിരുന്ന റോഡിനെ പൂർണ്ണമായും കഴുകി വൃത്തിയാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തിന്റെ മുൻവശത്തുള്ള റോഡാണ്. ആ റോഡ് പൂർണ്ണമായും വൃത്തിയാക്കുന്ന തരത്തിലേക്ക് കോർപ്പറേഷൻ നീങ്ങി. എന്തായാലും ശുചീകരണ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഠിനമായ പ്രവർത്തനം ശുചീകരണ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് നിലവിലുണ്ട്. എന്തായാലും ഇടറോഡുകൾ മാത്രമാണ് ഇനി, കുറച്ച് പ്രദേശങ്ങൾ കൂടി മാത്രമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. ഏകദേശം 80% ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയും ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.